നിഷാദേ, ഇവിടെ ഈ എന്ത് പറഞ്ഞാലും രാജ്യവിരുദ്ധ ചാപ്പ കുത്തുന്നു എന്നുള്ളതാണല്ലോ ബി ജെ പിക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു ആക്ഷേപം. നിങ്ങൾ കണ്ടോ എന്നറിഞ്ഞില്ല, ഇല്ലെങ്കിലൊന്ന് നോക്കുക. കാനഡയിൽ ഇരുന്നു കൊണ്ട് ഖാലിസ്ഥാൻ ഭീകരവാദി നേതാവ് ഗുർപന്ത് സിംഗ് പന്നു അയാൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു. അയാൾ ഇവിടെ ഈ CJP ലീഡർഷിപ്പുമായിട്ട് ഒരു സൂം മീറ്റിംഗ് നടത്തിയിരുന്നു. എല്ലാ പിന്തുണയും കൊടുക്കുന്നു. കൂടാതെ 10 കോടി രൂപ ഈ സമരത്തിൻ്റെ ആവശ്യത്തിന് ഇതിനു വേണ്ടിയിട്ട് ഈ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടന സ്പോൺസർ ചെയ്യുന്നു. അയാൾ ഓപ്പൺ വീഡിയോ മീറ്റിങ്ങിൽ പറഞ്ഞതാണത്. ഇതുവരെ നിഷേധിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട സമ്പത്തും ഇവരും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇതിൻ്റെ കുട്ടികൾ ആത്മഹത്യ ചെയ്തതിനെ വളരെ ഒരു റുട്ടീൻ കാര്യമായിട്ട് വളരെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞു എന്ന്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് നിഷാദെങ്കിലും അത് നിഷേധിക്കില്ല എന്ന് പറയുന്നു എന്ന് കരുതുന്നു. ഈ സമ്പത്ത് മാത്രമല്ല, ഞാനും ഒരു പിതാവാണ് മിസ്റ്റർ സമ്പത്ത്. ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പിതാവാണ് ഞാൻ. അതുകൊണ്ട് ഈ പിതൃസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പുത്രസ്നേഹത്തിൻ്റെ മാഹാത്മ്യമൊന്നും തൽക്കാലം സമ്പത്തിൽ നിന്ന് എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനും ഈ നാട്ടിൽ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന പൗരൻ തന്നെയാണ്. ഈ പൊതുജനം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാനും. ഞാൻ പറയുന്നതും പൊതുജന റെസ്പോൺസിൻ്റെ ഭാഗവുമാണ്. അതിന് എനിക്ക് സമ്പത്തിൻ്റെയോ നിങ്ങളുടെ ആരുടെയോ സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് രാജ്യവിരുദ്ധ എലമെൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഞാനീ പറഞ്ഞത്. ഇവരാരെങ്കിലും ഇത് നിഷേധിച്ചോ? ഈ പന്നുവിൻ്റെ പ്രസ്താവന ശരിയല്ല. ഇത് ഇന്ത്യയിൽ നടക്കുന്ന സമരമാണ്. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾക്ക് ഭീകരവാദികളുടെ സഹായം ആവശ്യമില്ല എന്ന് ഏതെങ്കിലും ആൾക്കാർ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടോ? അയാൾ ഓപ്പൺ മീറ്റിങ്ങിൽ പറഞ്ഞു, ഓപ്പണായിട്ട് വീഡിയോ കമൻ്റാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ ഇത് തന്നെ ഉണ്ടായിരുന്നു കർഷക സമരത്തിലും, ഇത് തന്നെ ഉണ്ടായിരുന്നു CAA വിരുദ്ധ സമരത്തിലും. ഏത് സമരം എടുത്താലും. പിന്നെ JNUവിൻ്റെ തുക്കടെ എന്ന് പറഞ്ഞു. ഭാരത് കെ തുക്കടെ ഹോങ്കെ, മാഷാ അള്ളാ എന്ന് വിളിച്ച മുദ്രാവാക്യം ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കാം. ഈ രാജ്യത്തിനെ കഷ്ണമാക്കുമെന്ന് പറയുന്നത്. ആ നിലപാടെടുക്കുന്നവരെ ദേശദ്രോഹികൾ എന്നല്ലാതെ എങ്ങനെയാണ് നിഷാദെ വിളിക്കുക? ഇവർ പറയുന്ന കോസിനോട് എത്ര കമ്മിറ്റ്മെൻ്റ് ഉണ്ട്? ഇവിടെ പറഞ്ഞു, അവിടെ പെൺകുട്ടികളെ തല്ലിച്ചതച്ചു പോലീസില്ലാത്ത എന്തിനാണ് ഈ കുട്ടികളെ വെറുതെ തല്ലിച്ചതച്ചത്? എന്തിനാണ് ഈ വെറുതെ ലാത്തി ചാർജ് ചെയ്തത് എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഒരു 3 ദിവസം മുമ്പ് വരെ, ഒരു മാസത്തിലേറെയല്ലോ, ഒരു 3 ദിവസം മുമ്പ് വരെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു അവിടെ? ഇവിടെ നിയമം ലംഘിച്ചാൽ ഒരിടത്തുണ്ട് അതീവ സുരക്ഷാ മേഖലയിൽ നിയമവിരുദ്ധമായിട്ട് കടക്കാൻ ശ്രമിച്ചാൽ അത് തടയും. അപ്പോൾ അവിടെ ബലം പ്രയോഗിച്ചാൽ തിരിച്ചും ബലപ്രയോഗമുണ്ടാകും. അതിന് നരേന്ദ്രമോദിയുടെ പോലീസായാലും സമ്പത്തിൻ്റെ പോലീസായാലും CPMൻ്റെ പോലീസായാലും ആരുടെ പോലീസായാലും അതുണ്ടാകും. അപ്പോൾ അവിടെ ബലപ്രയോഗത്തിൻ്റെ കാഠിന്യം കൂടുന്തോറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമുണ്ടാവും. ഇത് ഈ രാജ്യത്ത് ആദ്യമായിട്ട് കാണുന്നൊന്നുമല്ല. ഇതിനൊക്കെ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ CPM നടത്താറുണ്ട്, BJP നടത്താറുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരം നടത്തുമ്പോൾ അവിടെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാനും അവിടെ ഒരു സീൻ സൃഷ്ടിക്കാനുമുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ, എന്നിട്ട് അതിൽ കൂടെ ഒരു വാർത്ത ഉണ്ടാക്കാനും അതിൽ കൂടെ സമര രീതിയുടെ ഭാഗമാണ്. ലാത്തിയിൽ ആണി വെച്ചിട്ട് അടിക്കുക. നമ്മൾ കണ്ട കാര്യം ലാത്തിയിൽ ആണി വെച്ചിട്ട് അടിക്കുക. പിരിഞ്ഞു പോകുന്ന പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ലാത്തി വെച്ച് കുത്തുക, അവരെ മൊളസ്റ്റ് ചെയ്യുക. ഞാൻ കാണാത്ത കാര്യം ഉണ്ടാവാം, ഞാൻ കണ്ട കാര്യം മാത്രം സംസാരിക്കാമല്ലോ. പോലീസിന്റെ കാര്യം എന്താണ്? പോലീസിന് ആൾക്കാരെ ബാരിക്കേഡ് വെച്ച് തടയാം. ആൾക്കാരെ ബാരിക്കേഡ് വെച്ച് തടയാം. അക്രമം കാണിച്ചാൽ ലാത്തി എടുക്കാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാം. പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കടന്നു പിടിക്കുക, ലാത്തി വെച്ച് കുത്തുക, ആണി വെച്ച് കുത്തുക, ഇതൊക്കെ എന്തിനാണ്? നടന്നു പോകുന്ന വഴിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനം പോലീസ് അടിച്ചു പൊട്ടിക്കുന്നു. കണ്ട കാര്യം പറഞ്ഞു. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ സുരക്ഷാ മേഖലയിലേക്ക് കടന്നു കയറിയതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണോ? നിഷാദെ